നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ അറിയുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും കേട്ടോ. ചിലപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ളത് നമ്മൾ ബാക്കി ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും കേൾക്കേണ്ട ഒരവസ്ഥ വരും കേട്ടോ. ആ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരവസ്ഥയാണ്. ഇതിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ടായിരിക്കുമല്ലേ. അപ്പോൾ ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ നല്ല പ്രോഡക്റ്റ്സ് ആണോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾ 100% വയ്ക്കുക. ബാക്കി നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ എന്താ കിട്ടിക്കോളൂ അല്ലേ. പിന്നെ എക്സ്ട്രാ കിട്ടുന്നത് ബോണസാണ്. അപ്പം നിങ്ങൾ എടുക്കേണ്ട ഡ്യൂട്ടീസ് അത് എന്തിലായാലും, നമ്മുടെ ബിസിനസ്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ജോലിയിലായാലും എന്താ പറയുക, കണ്ണുകടിയുള്ള ആൾക്കാരെന്ന് പറയില്ലേ, ഒരാൾ നന്നാവുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രോ വന്നു, അവന് ഇത്ര ഗ്രോ വന്നുല്ലോ, അവന് ഇത്ര ഇത് വന്നുല്ലോ പറഞ്ഞാൽ അസൂയപ്പെടുന്നവരെ അവർ മറ്റുള്ളവരോട് പലതും പറയും. നിങ്ങളുടെ പ്രോഡക്റ്റ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഇതാണ് ബെറ്റർ. സോ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ 100% കൊടുക്കുക. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് 100% വർത്ത് പ്രോഡക്റ്റ് ആയിരിക്കണം. ക്ലിയർ ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുക. ആൻഡ് ബാക്കി പറയുന്നവർ അവിടെ ഇരുന്ന് പറയട്ടെ അല്ലേ. നിങ്ങളുടെ കാര്യം നിങ്ങൾ 100% ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു പാതയിൽ കൂടെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയുന്നവർ തന്നെ പലരും പലതും ഇല്ലാത്തത് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുക, നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവുക. അവരവിടെ പറയുന്നത് പറയട്ടെ എന്ന് വിചാരിക്കും. ഒരു സൺഡേ ആണ് എൻ്റെ ചേട്ടനെ എനിക്ക് സ്വസ്ഥമായിട്ട് കിട്ടുന്നൊരു ദിവസം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ എന്താ പറയുക അച്ഛനും എൻ്റെ പാർട്ട്ണറും ഫ്രണ്ടും എല്ലാം ആവുന്ന ഒരാളാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ എൻ്റെ തലയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ കിച്ചണിൽ കയറി. സൺഡേ ചേട്ടൻ്റെ സ്പെഷ്യലാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ലോങ് വീഡിയോ യൂട്യൂബിലിട്ടിട്ട് കുറേ നാളായി, അപ്പോൾ എനിക്കൊരു ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞു. ഞാനെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അറിയില്ലേ, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് എടുക്കുന്നത്. പക്ഷേ ചേട്ടൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക്കും കറക്റ്റും ആയിരിക്കണം. എന്തായാലും മീൻതലയാണ് ചേട്ടൻ വയ്ക്കുന്നത്. കുക്കിങ്ങിൽ എന്നേക്കാളും ഇരട്ടി പെർഫെക്റ്റാണ് ചേട്ടൻ. ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.